പണ്ടൊക്കെ രാത്രിയിൽ കറണ്ട് പോയാൽ പേടിച്ചരണ്ട ഞാൻ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കും. അച്ഛനുടനെ ഒരു മണ്ണെണ്ണ വിളക്ക് തെളിയിക്കും. ആ വെളിച്ചത്തിന്റെ പ്രതിഫലനത്തിൽ എൻ്റെ വീടാകെ പ്രകാശഭരിതമാകും. അപ്പോഴൊക്കെ അച്ഛൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് ഞാൻ ആരാധനയോടെ നോക്കി നിൽക്കും. അന്നേരം അടുക്കളയിൽ തിരക്കിട്ട് പാചകം ചെയ്യുന്ന അമ്മ അടുത്തു വന്നിരുന്ന് അന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കും. തലതെറിച്ച എൻ്റെ പെങ്ങൾ കൂടി വന്നാൽ തൃശൂർ പൂരം നടക്കുന്നത് ഉത്സവ കമ്മിറ്റിക്കാർ എൻ്റെ വീട്ടിലേക്ക് മാറ്റും. എൻ്റെ ചക്കര അമ്മൂമ്മയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ. ഓ പറയാം ട്ടോ. അമ്മൂമ്മ അപ്പോഴേക്കും തൊടിയിൽ നിന്ന് കാലത്ത് പെറുക്കിയെടുത്ത മൂവാണ്ടൻ മാമ്പഴത്തിന്റെ വൻ ശേഖരവുമായി വരും. തൊണ്ട് ചെത്തി നീളത്തിൽ പൂളി ഞങ്ങളെ നിർബന്ധിച്ച് തീറ്റിക്കാൻ തുടങ്ങും. അന്നൊക്കെ ഇച്ചിരി കൂടി വൈകി കരണ്ട് വന്നാൽ മതിയെന്ന് ഞാൻ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. കാരണം അച്ഛൻ്റെ നെഞ്ചിൽ കഥകളുടെ ഖനിയുണ്ട്. ആ രാത്രിയിൽ എനിക്കത് മോഷ്ടിക്കേണ്ടതാണ്. പിന്നെ ആർക്കും അറിയാത്ത മറ്റൊരു രഹസ്യവുമുണ്ട്. നെറ്റിയിൽ തലോടുന്ന എൻ്റെ അമ്മയുടെ വിരൽസ്പർശനത്തിന് എനിക്കേറെ പ്രിയപ്പെട്ട ജിലേബിയേക്കാൾ മധുരമാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു മണ്ണെണ്ണ വിളക്കിന് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ജീവിതം പച്ചയായി ചിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ സ്വർഗത്തിൽ നിന്ന് മാലാകമാർ അസൂയയോടെ എൻ്റെ വീട്ടിലേക്ക് ഉറ്റുനോക്കുന്ന കാഴ്ച കാണാം. എന്നാൽ ഇന്നിപ്പോൾ കറണ്ട് പോയ നേരം ഇൻവെർട്ടർ വാങ്ങാൻ ഗതിയില്ലാത്ത അച്ഛൻ്റെ പിടിപ്പുകേടിനെ കുറിച്ച് മക്കളും സീരിയൽ മുടങ്ങിയ വിഷമത്തിൽ മുറുമുറുക്കുന്ന എൻ്റെ പെണ്ണിനെയുമാണ് കണ്ടത്. ഞാനാകട്ടെ അച്ഛൻ അന്ന് കൊളുത്തിയ ആ പഴയ മണ്ണെണ്ണ വിളക്ക് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടുമെന്ന കടുത്ത ആലോചനയിലാണ്.